ബാങ്കിങ് ഫീൽഡിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പം എനിക്ക് എന്തോ ഒരു കൗൺസിലിംഗ് പഠിക്കണം, അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുന്ന ഒരാളോട് എനിക്ക് കുറച്ച് പോസിറ്റീവായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് എനിക്ക് അവരെ ഒന്ന് ഇതാക്കണം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇതിലോട്ട് ശരിക്കും വന്നത്. ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നോക്കി, പക്ഷെ അവിടെ ഒക്കെ നമുക്ക് നോക്കുമ്പോൾ എബോവ് ഒരു 40,000 50,000 നമുക്ക് ഒരു പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ലാണ്ട് വന്ന് എനിക്ക് അത്രയും പൈസ മുടക്കിയിട്ട് വരാൻ എനിക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഇത് കണ്ട് ഇതിൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസാണ് കണ്ടത്. അങ്ങനെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാക്കിയത് ഇതൊരു 50,000 അല്ല 1 lakh ആണെങ്കിലും എനിക്ക് വർത്തായിരുന്നു. കാരണം എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും മോശപ്പെട്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാൻ കടന്നു പോയത്. ആ ഒരു സ്റ്റേജിൽ ഞാൻ ഇന്നിവിടെ ഇങ്ങനെ ഒരു ചിരിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ആ സെയിം സിറ്റുവേഷനിലുള്ള ആളിപ്പോൾ ഡിപ്രഷൻ സ്റ്റേജിൽ ഒരു ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റിലാണ്. അപ്പം ഇതുപോലെ ഞാൻ ഇന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ഒരു കഴിവ് മാത്രമാണ്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞുണ്ടായതിനു ശേഷം ഇതുപോലെ എന്താ പറയാ എനിക്ക് ഡെലിവറി ടൈമിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് കാര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ സാർ പറഞ്ഞോടെ ഈ കുഞ്ഞിയുടെ 6 ഡോക്ടേഴ്സിനെ ഞാൻ കൺസൾട്ട് ചെയ്തപ്പം 6ാമത്തെ ഡോക്ടർ മാത്രമാണ് എനിക്കൊരു പോസിറ്റീവായിട്ട് എന്നോട് പറഞ്ഞത് ഈ കുഞ്ഞിനെ നിങ്ങൾ പ്രസവിച്ചോളൂ, എന്തെങ്കിലും കുഴപ്പമില്ലെങ്കിൽ ഈ കുഞ്ഞിനെ ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ ഒരു വിംസിലെ എലിസബത്ത് ഡോക്ടർ ഉണ്ട്. പക്ഷെ ആ കുഞ്ഞാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അത്രേ ഒരു ഇത്. അപ്പം കുഞ്ഞിനായി കഴിഞ്ഞാൽ എനിക്കുള്ള ഒരു പരാതിയായിരുന്നു, എൻ്റെ കുഞ്ഞ് ഭയങ്കര ഹൈപ്പറാണ്. പക്ഷെ ഈ ഒരു അഭിലാമിഷത്തിന്റെ ഒരു ക്ലാസ് കേട്ടപ്പോൾ ഞാൻ വിചാരിക്കുക എന്റെ കുഞ്ഞാണ് ഏറ്റവും മിടുക്കൻ, അവനാണ് ഏറ്റവും കഴിവുള്ളത്. കാരണം ഇവന്റെ ഈ വികൃതി എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ അത്രയൊരു മിടുക്കിലോട്ടുള്ള ഒരു ഇതാണ്, അല്ലാണ്ട് സാധാ കുട്ടികളെ പോലെ വികൃതി അല്ല അവന്റെ. പക്ഷെ അത് എന്റെ മൈൻഡ് മാറ്റിയത് ഈ ഒരു ക്ലാസ്സിൽ നിന്നാണ്. അതുകൊണ്ട് എന്റെ കുഞ്ഞിപ്പം എന്റെ ഫാമിലിയിൽ നിന്നാണ് ഞാനിപ്പോ സ്റ്റാർട്ട് ചെയ്തത്. ഈ ക്ലാസ്സിന്റെ ഒരു ഇതില് ഞങ്ങളിപ്പോ ഇത്രയും ഹാപ്പി ആയി നിൽക്കുന്നതിന്റെ ഒരു റീസൺ ഈ ഒരു ക്ലാസ് മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് എന്താ പറയാ അത്രയും എന്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും നല്ലൊരു ഡിസിഷനാണ് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്.